ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോപ്പിക്കുകളൊന്നല്ല കേട്ടോ, എങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ നമ്മുടെ വിഷയം എന്നുള്ളത്. അതായത് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആയിരിക്കും. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനൊക്കെ ഒരുപാട് പഠിച്ച് ടെൻസ്ഡ് ആയിട്ടിരിക്കുന്ന പല ആളുകളും ഉണ്ട്. മാത്രമല്ല, ഏത് എക്സാമുകളാണെങ്കിലും, അതായത് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കൊക്കെ ഉള്ള പ്രിപ്പറേഷൻ ഇത്തിരി ഹാർഡായിരിക്കും അല്ലെ. അതായത് ഹാർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു കണ്ടിന്യൂസ്ലി അല്ലെങ്കിൽ അതൊരു കൺസിസ്റ്റന്റ്ലി കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ട് പലർക്കും ഫീൽ ചെയ്യാറുണ്ട്. പല ആളുകളും എന്താ ചെയ്യുക, തുടക്കത്തിൽ വളരെ വലിയൊരു എനർജിയോട് കൂടി പഠനം സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ മുന്നോട്ട് പോകുന്നതോറും കുറച്ച് ആളുകൾ ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കും അല്ലെ. അവസാനം എത്തുന്നത് വളരെ കുറച്ച് ആളുകളായിരിക്കും. അതായത് തുടക്കത്തിലുള്ള അതേ എനർജിയോട് കൂടി ലാസ്റ്റ് ആ എക്സാം ഹോള് വരെ എത്തിപ്പെടുന്ന ആളുകൾ വളരെ കുറച്ചായിരിക്കും. അപ്പൊ അവർക്കാണെങ്കിൽ എന്താ ഉണ്ടാവുക, ആ എക്സാമിനെ അവർക്ക് വളരെ നല്ല രീതിയിൽ സമീപിക്കാനും അവര് വിജയിച്ച് വരാനും ഉള്ള സാധ്യത ഏറെയാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എല്ലാവരും നമ്മളെ തന്നെ തയ്യാറെടുപ്പിക്കേണ്ടതുണ്ട്. അതിന് മെമ്മറി എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് അല്ലെ. എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ വളരെ നല്ല മെമ്മറി വേണം നമുക്ക്. മാത്രമല്ല, ആ മെമ്മറി ഉണ്ടായാൽ മാത്രം പോരാ, നമുക്ക് നല്ല മെമ്മറി ഉണ്ടായിട്ട് കാര്യമില്ല, നമ്മൾ പഠിക്കാനും തയ്യാറാവണം അല്ലെ. അതായത് എനിക്ക് നല്ല മെമ്മറി ഉണ്ട്, ഞാൻ മെമ്മറിയിലേക്ക് എന്തെങ്കിലും കൊടുത്താലല്ലേ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പൊ അതും വേണം. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയും വേണം. റെഗുലർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം, എക്സാമുകൾ എഴുതിക്കൊണ്ടിരിക്കണം. ഈ ഒരു പാറ്റേണിലൂടെ നമ്മൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മടുപ്പൊന്നും തോന്നാൻ പാടില്ല. അല്ലെങ്കിൽ ഇത് കുറെ ആവർത്തിച്ച് ഒരേ കാര്യങ്ങളിലൂടെ പോകുമ്പോൾ നമുക്ക് വേഗം മടുക്കും. പല കാര്യങ്ങളും എന്നല്ല, എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ചേഞ്ചുകൾ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് അതിനെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. എൻജോയ്മെന്റ് ഉണ്ടെങ്കിലാണ് അത് മുന്നോട്ട് പോകുള്ളൂ അല്ലെ. ഇപ്പൊ പഠനം എന്ന് പറഞ്ഞാൽ ഒരു ഇത്ര ടൈം നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക, മാറ്റില്ല. രാവിലെ ആവണു, ബുക്ക് എടുക്കുന്നു, പഠിക്കുന്നു. ഇപ്പൊ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മളുടെ എനർജി കുറഞ്ഞു വരാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ എനർജി കുറയാതെ മെമ്മറി നല്ലോണം ഉയർത്തുന്ന രീതിയിൽ നമുക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെ. അതിന് നമ്മളെ തന്നെ തയ്യാറെടുപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ മെമ്മറി ഉയർത്തുന്നതിനുള്ള കുറച്ച് ടിപ്സുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ ആ ടിപ്സുകൾ പറയുന്നതിന് മുമ്പ് ഫസ്റ്റ് വൺ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മളെ തന്നെ തയ്യാറെടുപ്പിക്കണം. അതായത് ഈ മെമ്മറി ഉയർത്താനും അല്ലെങ്കിൽ പഠിക്കാനൊക്കെ നമുക്ക് ആ ഒരു എനർജി എന്നും നിലനിർത്തണമെങ്കിൽ നമ്മൾ ഇനീഷ്യലി ചെയ്യേണ്ട കുറച്ച് തയ്യാറെടുപ്പുകളുണ്ട്. അതിനെ കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും റെഡി അല്ലേ? ഫസ്റ്റ് വൺ പറയുന്നത് ഗെറ്റ് ഇനഫ് സ്ലീപ്പ്. അതായത് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ, അതായത് നല്ല മതിയായ രീതിയിലുള്ള ഒരു ഉറക്കം വേണം നിങ്ങൾക്ക്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് നല്ല ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പൊ ഓർമ്മ ശക്തി കൂട്ടുന്നതിന് അല്ലെങ്കിൽ ഓർമ്മശക്തി നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു പങ്ക് ആര് വഹിക്കുന്നുണ്ട്? നമ്മളുടെ ഉറക്കം വഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യണം? നന്നായിട്ട് ഉറങ്ങണം. ഇപ്പൊ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്താ? പകലൊക്കെ ഇരുന്ന് ഒരുപാട് ടൈം പഠിക്കും, പിന്നെ നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോൾ ഫോൺ എടുത്ത് നോക്കും, പിന്നെ കിടന്നുറങ്ങാൻ നേരത്താണ് അടുത്ത ഫോൺ എടുക്കുക അല്ലെ. അങ്ങനെ ആ ഫോണിൽ നമ്മൾ കളിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ റീൽസ് കാണാൻ തുടങ്ങി, എന്ത് ചെയ്യാൻ തുടങ്ങിയാലും നമ്മുടെ ടൈം പോകുന്നേ അറിയില്ല. ചിലപ്പോൾ നട്ടപ്പാതിര എത്രയാ ടൈം എന്നൊന്നും അറിയാതെ നമ്മൾ അങ്ങനെ ഇരുന്ന് പോകും. അത് പാടില്ല. നമ്മൾ നന്നായി ഉറങ്ങണം. നമുക്ക് ഇനഫ് സ്ലീപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് നല്ല രീതിയിൽ ഓർത്തെടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതൊക്കെ എല്ലാവർക്കും അറിയണത് തന്നെയാണ് അല്ലെ. ഇതൊക്കെ എനിക്ക് അറിയാം, ഇതൊക്കെ എന്തിനാ പറഞ്ഞതെന്ന്. ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയാം. അതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം. ഓക്കെ, നെക്സ്റ്റ് എക്സസൈസ് റെഗുലർലി. അതായത് പതിവായിട്ട് നിങ്ങൾ വ്യായാമം ചെയ്യണം. അതായത് എക്സസൈസ് നിങ്ങളുടെ ജീവിതത്തിന്റെ ദിനചര്യയാക്കി മാറ്റണം. അതായത് നമ്മൾ ടോയ്ലറ്റിൽ പോകുന്നു, പല്ലേക്കുന്നു, കുളിക്കുന്നു, അങ്ങനെ ഭക്ഷണം കഴിക്കുന്നു, ഇതുപോലുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ എക്സസൈസിനെ കൊണ്ടുവരണം. അതായത് വ്യായാമം ചെയ്യുന്നത് വഴി തലച്ചോറിലേക്കുള്ള രക്തയോട്ടം മെച്ചപ്പെടുത്താൻ പറ്റും. അങ്ങനെ തലച്ചോറിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അത് നമ്മളുടെ ഓർമ്മശക്തി കാര്യമായ രീതിയിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ ഉറങ്ങി ഫ്രഷായി എണീറ്റ് നല്ലൊരു രീതിയിൽ എക്സസൈസ് കൂടി ചെയ്താൽ ആ തുടക്കം തന്നെ, ആ ദിവസത്തിന്റെ തുടക്കം തന്നെ അടിപൊളിയായി എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ, ഈറ്റ് എ ബാലൻസ്ഡ് ഡയറ്റ്. അതായത് എപ്പോഴും ഒരു ബാലൻസ്ഡ് ഡയറ്റ്, അതായത് സമീകൃത ആഹാരം കഴിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതും ഇതും വലിച്ചു വാരി തിന്ന് എന്താ പറയാ, വയറൊക്കെ കേടാക്കി ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കി അങ്ങനത്തെ ഒരു പാറ്റേണിൽ നമ്മൾ ഈ സ്റ്റഡി ടൈമിൽ പോകരുത്.
സ്റ്റഡി ടൈം എന്ന് മാത്രമല്ല കേട്ടോ, ഏത് ടൈമിലാണെങ്കിലും നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് കീപ്പ് ചെയ്യുന്നത് എപ്പോഴും നന്നായിരിക്കും. അതായത് കൂടുതലായിട്ട് പഴങ്ങളും പച്ചക്കറികളും അതുപോലെ തന്നെ omega-3 ഫാറ്റി ആസിഡുകളും ഒക്കെ ഭക്ഷണത്തില് ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ലൊരു ആരോഗ്യക്രമം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മാത്രമല്ല അതുവഴി നമ്മളുടെ തലച്ചോറിന്റെ ആരോഗ്യത്തിനെയും കാര്യമായ രീതിയിൽ നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ നമ്മൾ ബേസിക്കലി ചെയ്യേണ്ട 3 പ്രിപ്പറേഷൻസ്, നമ്മളുടെ തയ്യാറെടുപ്പുകളാണ് നന്നായി കിടന്നുറങ്ങുക, നന്നായിട്ട് ദിവസം എക്സസൈസുകൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആക്കി മാറ്റുക, ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുന്നത്. ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? വളരെ സിമ്പിളായ കാര്യമാണ്. ആക്ച്വലി നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ? നന്നായി കിടന്നുറങ്ങാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നല്ല സുഖമല്ലേ നന്നായി കിടന്നുറങ്ങാൻ? പക്ഷെ നമ്മൾക്ക് അത് ബുദ്ധിമുട്ടാണ്. കാരണം എന്താ? നമുക്ക് ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അത് പ്രശ്നമായി. പിന്നെ എക്സസൈസ് ചെയ്യാൻ ശരിക്കും ഫിസിക്കലി എക്സസൈസുകൾ ചെയ്യുമ്പോൾ നമ്മൾ നല്ല ഒരു ഫ്രഷ് ഫീൽ ഉണ്ടാവും. നമുക്ക് നല്ലതാണ്, അതുകൊണ്ട് നമുക്കത് ഇഷ്ടമല്ല അല്ലെ? പിന്നെ ഒരു ബാലൻസ്ഡ് ഡയറ്റിലാണ് നമ്മൾ പോണെങ്കിൽ നമ്മളുടെ ഹെൽത്തും എല്ലാം നല്ല പക്കയായിട്ടിരിക്കും. മാത്രമല്ല നമുക്ക് ഒരുപാട് ഫ്രസ്ട്രേഷൻസുകളോ അല്ലെങ്കിൽ സ്ട്രെസ്സോ സ്ട്രെയിൻസോ ഒന്നും ഫീൽ ചെയ്യില്ല. അപ്പൊ നമ്മളുടെ ഓവറോൾ ആയിട്ടുള്ള ലൈഫിന്റെ ഒരു നല്ല സ്മൂത്ത് ആയിട്ട് പോവാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട 3 കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ: ഉറങ്ങുക, റെഗുലർ എക്സസൈസുകൾ പ്രാക്ടീസ് ചെയ്യുക, ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. അത് ഉണ്ടെങ്കിലാണ് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ നമ്മൾ ലൈഫ് സ്റ്റൈൽ ആക്കി മാറ്റിയാലാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് ശരിയായ രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ലേണിംഗ് സ്ട്രാറ്റജീസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതായത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രാറ്റജീസുകൾ ഉണ്ട്. അത് നല്ല മെമ്മറിയിൽ ഓർത്തു വെക്കുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് പഠിക്കാം, അതിനുള്ള നമ്മൾ ഫോളോ ചെയ്യേണ്ട ചില സ്ട്രാറ്റജീസുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഏകദേശം ഒരു 5 സ്ട്രാറ്റജീസ് നമ്മൾ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, റിപ്പീറ്റേഷൻ. എന്താണ്? ആവർത്തിക്കുക. അതിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? അതായത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഓരോ പഠിക്കുന്ന കാര്യങ്ങളും വീണ്ടും വീണ്ടും ആവർത്തിച്ചിട്ട് അത് നമ്മളുടെ ഓർമ്മയിൽ ഉറപ്പിച്ചു വെക്കുക. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് ഉറക്കെ എന്താ പറയാ പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഓർമ്മയിൽ അങ്ങനെ തറപ്പിച്ച് കയറ്റാം. അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമ്മളുടെ മെമ്മറിയിലുള്ള കാര്യങ്ങൾ വീണ്ടും എടുത്ത് ഓർമ്മിച്ച് അങ്ങനെ അങ്ങനെ നമുക്കിത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഒരു പുതിയ കാര്യം നമ്മൾ പഠിച്ചു, കുറച്ച് കഴിയുമ്പം നമുക്ക് വീണ്ടും അത് എന്താ ഓർത്തു നോക്കാം. നമ്മൾ പഠിക്കുമ്പോൾ ഉറക്കെ പറഞ്ഞുകൊണ്ട് പഠിക്കാം. അതായത് വീണ്ടും വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് വഴി എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഓർമ്മയിൽ അത് ഉറപ്പിക്കാൻ പറ്റും. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നെക്സ്റ്റ്, ചങ്കിങ്. എന്താ സംഭവം? അതായത് കഷ്ണങ്ങളാക്കി പഠിക്കുക. എന്ത്? നമുക്ക് ഒരുപാട് കാര്യം പഠിച്ചു തീർക്കാനുണ്ട് ഒരുപാട് കാര്യം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ചെറിയ ചെറിയ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റാം. എന്നിട്ട് എന്ത് ചെയ്യുക? അത് പഠിക്കുക. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയിട്ട് അത് പഠിക്കുക. അത് പഠിക്കുമ്പോൾ നമുക്ക് ചെറിയ കാര്യം പഠിക്കുമ്പോൾ നമുക്ക് അത്ര എഫേർട്ട് ഫീൽ ചെയ്യില്ല. അങ്ങനെ നമ്മൾ ആ ചെറിയ ചെറിയ കഷ്ണങ്ങൾ പഠിച്ചിട്ട് പിന്നെ എന്ത് ചെയ്യാം? കുറച്ച് കഴിയുമ്പോൾ നമുക്കത് മുഴുവൻ പഠിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വലിയ പോർഷൻ കഴിയുമ്പോഴും നമുക്കത് എഫേർട്ട്ലെസ്ലി നമ്മൾ പഠിച്ചു കഴിഞ്ഞതായിട്ട് കാണുമ്പോൾ നമുക്ക് നല്ല അത്ഭുതം തോന്നും. ഇപ്പോ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ എടുക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അഥവാ ഭരണഘടനാ നിർമ്മാണ സഭ എന്നുള്ള ഭാഗം ഒരു വലിയ ഭാഗമാണ് അല്ലെ? അപ്പൊ അതിനെ നിങ്ങൾ ആദ്യം ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആദ്യം ഭരണഘടനാ നിർമ്മാണ സഭയുമായി റിലേറ്റ് ചെയ്ത് ബേസിക്കലി നമ്മൾ അറിഞ്ഞു വെക്കേണ്ട കാര്യങ്ങൾ മാത്രം പഠിക്കുക. നെക്സ്റ്റ് അതിന്റെ കുറെ കമ്മിറ്റികൾ പഠിക്കുക. പിന്നെ അങ്ങനെ അങ്ങനെ ഓരോ ഡേറ്റുകൾ, അതിന്റെ അങ്ങനെ കുറെ കാര്യങ്ങളില്ലേ? അപ്പൊ അതൊക്കെ ഇങ്ങനെ ഓർത്തു വെക്കാം. ബ്രേക്ക് ചെയ്തിട്ട് ആ ചെറിയ ചെറിയ ഭാഗങ്ങൾ പഠിക്കുക. റെഗുലർ ഇന്റർവെല്ലിൽ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ന്യൂമോണിക്സ്, അതായത് ഓർമ്മപ്പെടുത്തലുകൾ. അതായത് നമുക്കിപ്പോ എന്താ പറയാ, ചെറിയ ചെറിയ അക്രോണിംസുകളാക്കി മാറ്റാം, ചുരുക്കെഴുത്തുകളാക്കി മാറ്റാം, റൈംസുകളുടെ രൂപത്തിലേക്ക് മാറ്റാം. അല്ലെങ്കിൽ നമ്മൾ പലതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് അങ്ങനെ പല രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ കാര്യങ്ങൾ ഓർമ്മിച്ചുകൊണ്ടിരിക്കാം. അതിന് പല ടെക്നിക്സുകളും യൂസ് ചെയ്യാം. അതായത് എന്ത് ചെയ്യാം എന്നാ പറഞ്ഞത്? ചെറിയ ചുരുക്കെഴുത്തുകളിലും റൈമിന്റെ ഫോമിലും അസോസിയേഷൻസുകളിലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ ഈ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മിക്കാനുള്ള മെത്തേഡിലേക്ക് കൊണ്ടുവരാം. അതായത് അതിനെ സിംപ്ലിഫൈ ചെയ്യാന്നാണ് ഉദ്ദേശിച്ചത്. അതായത് ഇപ്പൊ ഒരു റൈമിന്റെ രൂപത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്കതിനെ വളരെ എളുപ്പത്തിൽ ഓർത്തെടുക്കാം. അപ്പൊ പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ സി പാമ്പ് മതിലിൽ കയറി. അപ്പൊ നമ്മളുടെ സി സൈലന്റ് വാലി, പാമ്പാടും ചോല, മതിലിൽ കയറി, മതികെട്ടാൻ ചോല. അപ്പൊ സി ആവുമ്പോ അതിനകത്ത് സൈലന്റ് വാലി, ഇരവിക്കുളം, ആനമുടിച്ചോല, പാമ്പാടും ചോല, അങ്ങനെയൊക്കെ നമ്മള് അപ്പൊ എന്താ ചെയ്യാ? അത് അത്രയും നമ്മളുടെ പാർക്കുകൾ നമ്മൾ പഠിച്ചു തീർത്തു.
അപ്പൊ അതിപ്പോഴും നമുക്ക് ഓർമ്മ ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു തവണ കിട്ടി, 2 തവണ വീണ്ടും വീണ്ടും അത് ഫസ്റ്റ് പഠിക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് ഇത്തിരി ബുദ്ധിമുട്ടാണ്, ഇതെങ്ങനെ ഈ കോഡൊക്കെ പഠിച്ചു വെക്കാൻ പറ്റും എന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ അത് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഫോഴ്സ്ഫുള്ളി അത് പഠിച്ചെടുത്താൽ പിന്നെ നമ്മളെ ലൈഫ് ടൈം നമ്മൾ അത് മറക്കില്ല. ഓക്കെ, അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ അത്തരത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾക്ക് ഈ കാര്യങ്ങളെ ഓർക്കാനുള്ള നല്ല നല്ല മെത്തേഡ്സുകൾ യൂസ് ചെയ്യാം. പിന്നെയോ നെക്സ്റ്റ് പറയുന്ന ആക്റ്റീവ് റീകോൾ ആണ്, അതായത് സജീവമായിട്ടുള്ള ഓർമ്മപ്പെടുത്തല്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഓർമ്മയിൽ നിന്ന് ഓർമ്മിക്കാൻ ശ്രമിച്ചുകൊണ്ട് പുതിയ മെറ്റീരിയലുകൾ സ്വയം പരീക്ഷിക്കുക. അതായത് ഓർമ്മയിലുള്ള കാര്യങ്ങൾ വീണ്ടും ഓർമ്മിക്കാൻ അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് നമുക്ക് പുതിയ പുതിയ മെത്തേഡുകൾ നമുക്ക് തന്നെ കണ്ടെത്തിയിട്ട് പുതിയ മെറ്റീരിയലുകളൊക്കെ നമ്മളെ മെമ്മറിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുക. അതാണ് ആക്റ്റീവ് റീകോൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ സ്പേസ്ഡ് റിപ്പീറ്റേഷൻ. സ്പേസ്ഡ് റിപ്പീറ്റേഷൻ നമ്മൾ എല്ലാവരും പറയുന്നതാണ് അല്ലെ, അതായത് ഇടവേളയിലുള്ള ആവർത്തനം. അതായത് ഒരു കാര്യം നമ്മൾ പഠിച്ചു, അത് നമുക്കൊരു ലോങ് ടേം മെമ്മറിയിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ കൂടുതൽ കൂടുതൽ ഇടവേളകളിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതായത് നമ്മൾ അതിനെ ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലേ നമുക്കത് നമ്മുടെ ലോങ് ടേം മെമ്മറിയിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അതിന് എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾ ഗുണന പട്ടിക പഠിക്കുന്നതൊക്കെ ആലോചിച്ചു. ചെറുപ്പത്തിൽ നമ്മളെ കൊണ്ട് അത് അത്രയും തവണ ഇങ്ങനെ ചൊല്ലി 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 പഠിപ്പിച്ച് നമുക്ക് ഒരു പക്ഷെ ഇടയിൽ നിർത്തിയാൽ കിട്ടൂല എന്നുള്ള ആളുകൾ ഉണ്ടാവും. എന്നാൽ പോലും നമ്മൾ അത് നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. അതായത് നമ്മുടെ മെമ്മറിയിൽ അതുണ്ട്, അങ്ങനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ ഇടവേളകളിൽ ഇങ്ങനെ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ ശ്രമിക്കാം. ഇത് എല്ലാതും എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് എല്ലാവരും വാങ്ങിക്കുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊക്കെ സയന്റിഫിക്കലി പ്രൂവ്ഡ് ആയിട്ടുള്ള മെത്തേഡുകളാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ആളുകളിൽ പഠനം നടത്തിയിട്ട് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ആളുകൾ ഓർക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കാം. നെക്സ്റ്റ്, ഓർഗനൈസേഷൻ ആൻഡ് പ്ലാനിങ്. അടുത്തത്, അതായത് ഓർഗനൈസ് ചെയ്യുക, നന്നായിട്ട് ആസൂത്രണം ചെയ്യുക, അതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമ്മൾ നമ്മളെ പഠനത്തിന് യൂസ് എ പ്ലാനർ ഓർ കലണ്ടർ. അതായത് നമ്മൾ ശരിയായ ഒരു പ്ലാനറോ കലണ്ടറോ ഉപയോഗിക്കുക. എന്താ, നമ്മൾ ഇപ്പൊ ഒരു ഡെഡ് ലൈൻസ് ഫിക്സ്, അതായത് ഒരു കലണ്ടറോ അല്ലെ ഒരു പ്ലാനറോ ഒക്കെ യൂസ് ചെയ്തിട്ട് ഞാൻ ഇത്ര ടൈം ഇത്ര കാര്യം പഠിക്കും, അങ്ങനെ ഒരു നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ട് അസൈൻമെന്റ്സുകൾ എന്താ വെച്ചാൽ ആ കാര്യങ്ങൾ ഇത്ര ടൈം കൊണ്ട് തീർക്കും, ഒരു ഡെഡ് ലൈൻ ഫിക്സ് ചെയ്തിട്ട് ആ ടൈം കൊണ്ട് അത് ചെയ്ത് തീർക്കും. ആ രീതിയിൽ അതിനൊക്കെ തയ്യാറെടുക്കുക. അതാണ് ഇതുകൊണ്ട് എന്താണ് യൂസ് എ പ്ലാനർ ഓർ കലണ്ടർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ക്രിയേറ്റ് എ സ്റ്റഡി ഷെഡ്യൂൾ. ഞാൻ ഷെഡ്യൂൾ എന്നാണ് വായിക്കാം, ചിലർ വേറെ മാറ്റി വായിക്കുന്ന കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഒരു പഠന ഷെഡ്യൂൾ ഉണ്ടാക്കുക. അതായത് ഇപ്പോ മെറ്റീരിയൽ പഠിക്കുന്നതിനും അതിനെ എന്താ പറയാ റിവ്യൂ ചെയ്യുന്നതിനും, അതായത് അതിനെ ശരിയായ രീതിയിലൊന്ന് അവലോകനം ചെയ്തെടുക്കുന്നതിനൊക്കെ ആയിട്ട് പ്രത്യേക സമയം നീക്കി വെക്കുക. അതാണല്ലോ ഒരു ക്രിയേറ്റീവ് സ്റ്റഡി ഷെഡ്യൂൾ എന്ന് പറയുന്നത്. കറക്റ്റ് സമയത്ത് ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും, ഇത്ര ടൈമിൽ പഠിക്കും, ഇത്ര ടൈം ഞാൻ ഇത് മെമ്മറിയിൽ നിന്ന് എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതായത് നാളെ ഇപ്പൊ ഞാനൊരു പുതിയ ടോപ്പിക് പഠിക്കും, അതോടൊപ്പം തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പഠിച്ചത് മുഴുവൻ ഓർത്തു നോക്കും, ഒപ്പം തന്നെ ഞാൻ അതിന്റെ ഈ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു OMR എക്സാം എഴുതും. അങ്ങനെ അങ്ങനെ നമ്മളെ എന്താ പറയാ ഒരു പഠനക്രമം ഉണ്ടാക്കിയെടുക്കുക, അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കാം. ദെൻ ബ്രേക്ക് ഡൗൺ ലാർജ് ടാസ്ക്സ്. വലിയ ജോലികളെ ചെറിയ ടാസ്കുകളായിട്ട് വിഭജിക്കുക. അതായത് വലിയ പ്രോജക്റ്റുകളോ അസൈൻമെന്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് നമുക്ക് ചെറുതാക്കിയിട്ട് കൂടുതലായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ ചെറുതാക്കിയിട്ട് ആ ടാസ്ക് സിംപ്ലിഫൈ ചെയ്യുക. അതായത് എപ്പോഴും സിമ്പിൾ ആയ കാര്യം നമുക്ക് പഠിക്കാനും ഇൻട്രസ്റ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മളത് പെട്ടെന്ന് പഠിച്ചു തീർക്കുകയും ചെയ്യും അല്ലെ. ഒരുപാട് കാര്യങ്ങൾ മുന്നിൽ കാണുമ്പോൾ നമ്മളുടെ മനസ്സിനെ മടുപ്പ് തോന്നും. ആ മടുപ്പ് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കിത് മുന്നോട്ട് കൂടുതൽ കൊണ്ടുപോകാൻ പറ്റാത്തത്. അപ്പൊ മടുപ്പില്ലാതിരിക്കണം, നമ്മളെ മനസ്സ് എപ്പോഴും ഫ്രഷ് ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് മെമ്മറി എയ്ഡ്സുകളെ കുറിച്ചിട്ടാണ്. അതായത് ഫ്ലാഷ് കാർഡ്സ്. ഓക്കെ, ഫ്ലാഷ് കാർഡ്സുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് നമ്മളുടെ പ്രധാന കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ കാർഡ്സുകളിൽ, അതിപ്പോ മെമ്മറിയിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ഫിസിക്കലോ അല്ലെങ്കിൽ ഡിജിറ്റലോ ആയിട്ടുള്ള ഫ്ലാഷ് കാർഡ്സുകളിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ആശയങ്ങൾ, അതായത് നമുക്ക് ഓർമ്മിക്കാനുള്ള കാര്യങ്ങൾ വളരെ ഷോർട്ടാക്കി എഴുതിയിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം അല്ലെ. അപ്പൊ എന്തുണ്ടാവും, നമുക്കത് കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും. അപ്പൊ നമുക്കത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. മൈൻഡ് മാപ്സ്, അത് എന്താ പുതിയ വിവരങ്ങൾ സംഘടിപ്പിക്കാനും അതുപോലെ അതിനൊക്കെ പരസ്പരം ബന്ധിപ്പിക്കാനും സഹായിക്കുന്ന വിഷ്വൽ മാപ്പുകൾ സൃഷ്ടിക്കുന്ന കാര്യത്തെ കുറിച്ചിട്ടാണ് മൈൻഡ് മാപ്സിൽ പറയുന്നത്.
ഇത്തരത്തിലുള്ള ഒരുപാട് പ്രാക്ടീസുകൾ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് റെക്കോർഡിങ്സ്. റെക്കോർഡിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ, റെക്കോർഡഡ് ലെക്ചേഴ്സ് ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ടോപ്പിക് നിങ്ങൾ പഠിച്ചു, എന്താണ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി നിങ്ങൾ പഠിച്ചു. അപ്പൊ അത് നിങ്ങൾക്ക് വീണ്ടും വായിച്ചു നോക്കാൻ മടിയുണ്ടെങ്കിൽ അതിന്റെ ഒരു റെക്കോർഡിങ് നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് വീണ്ടും അത് നിങ്ങൾ ഓർമ്മപ്പെടുത്തലായി. അല്ലെങ്കിൽ നിങ്ങളുടെ വോയിസ് തന്നെ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കേൾക്കാം. ഏത് തരത്തിലാണെങ്കിലും നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്തരം മെത്തേഡുകളൊക്കെയാണ് നമ്മൾ മെമ്മറി എയ്ഡ്സുകളിൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് റെഡ്യൂസിങ് സ്ട്രെസ് ആൻഡ് ഡിസ്ട്രാക്ഷൻസ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഒന്ന് മിനിമൈസ് ഡിസ്ട്രാക്ഷൻസ്, അതായത് ശ്രദ്ധ വ്യതിചലനങ്ങൾ കുറയ്ക്കുക. അതായത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നതിന് നമുക്ക് ശാന്തമായതും അതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ടതുമായുള്ള ഒരു പഠന സ്ഥലം കണ്ടെത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് റിലാക്സ് ആയിട്ട് ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ പഠനത്തിലെ ഡിസ്ട്രാക്ഷൻസുകളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാക്കാത്ത ഒരു സ്ഥലം നോക്കിയിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുക. അപ്പൊ അവിടെ പോയി ഒന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ടേക്ക് ബ്രേക്സ്. എന്താണ്, നമ്മളൊരു പെർട്ടിക്കുലർ പീരീഡിൽ നമ്മൾ ഇടവേളകൾ എടുത്തുകൊണ്ടിരിക്കണം. അതായത് നമ്മളുടെ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ബേൺ ഔട്ട് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് വേണം, നമ്മൾ കുറേ ടൈം അങ്ങനെ കുത്തിയിരുന്ന് പഠിക്കുകയല്ല, നമ്മൾക്കൊരു ബ്രേക്ക് ഒക്കെ വേണം. അതുപോലെ 1 വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഹാഫ് ഡേ ഒക്കെ ഔട്ടിങ്ങിന് പോവുക, അല്ലെങ്കിൽ ഒരു ഫിലിം കാണാൻ പോവുക, അതൊന്നും തെറ്റില്ല. എൻജോയ്മെന്റ്സും ഇതിന്റെ കൂട്ടത്തിൽ വേണം, അല്ലാണ്ട് ഫുൾ ടൈം പഠിച്ചാലാണ് ഭ്രാന്ത് പിടിക്കുക. ഓക്കെ, നെക്സ്റ്റ് പ്രാക്ടീസ് റിലാക്സേഷൻ ടെക്നിക്സുകൾ. അതായത് നമ്മളുടെ ഈ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് യോഗ, മെഡിറ്റേഷൻ, ബ്രീത്തിങ് ടെക്നിക്സുകൾ അതൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ അതുവഴിയൊക്കെ നമ്മളുടെ എന്താ പറയാ, നമ്മളെ തന്നെ റിലാക്സ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അത് എന്താ പറയാ നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു അല്ലെ, ഉറങ്ങാൻ നന്നായിട്ട് റെഗുലർ ആയിട്ട് ഒരു എക്സസൈസ് ചെയ്യുക, ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക, അതോടൊപ്പം തന്നെ ഒരു യോഗ, മെഡിറ്റേഷൻ, ബ്രീത്തിങ്. ഇതിനൊന്നും ഒരുപാട് ടൈം വേണ്ട. ആക്ച്വലി ഒരു 10 മിനിറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഇത് ചെയ്താൽ മതി. പക്ഷെ എന്ത് വേണം, നമ്മളിത് ചെയ്യണം. നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആക്കിയിട്ട് ഇതൊക്കെ മാറ്റണം. നിങ്ങൾ വിചാരിക്കും എന്തിനാ അപ്പൊ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന, ആകെ ഒരു ജീവിതമല്ലേ ഉള്ളത്, നമുക്ക് അങ്ങോട്ട് അടിച്ചു പൊളിച്ച് ജീവിച്ചാൽ പോരെ, എന്താ കുറച്ചേരം കിടന്നുറങ്ങിയാൽ, എന്താ രാവിലെ നേരത്തെ എണീറ്റ്. അതുകൊണ്ട് ഇപ്പോഴത്തെ ന്യൂജൻ പിള്ളേരോടൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മറുപടി അങ്ങനെ, നിങ്ങൾ ഇതൊന്നും ചെയ്തു നോക്കൂ. അപ്പൊ എന്തിനാ അതൊക്കെ ചെയ്യുന്നത്, അതൊക്കെ ചെയ്തിട്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്താ കിട്ടിയേ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയാണോ ഇങ്ങോട്ട് ഒരുപാട് ചോദ്യങ്ങൾ. പക്ഷെ നമ്മളെ ലൈഫിൽ ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയ ആളുകളെല്ലാം തന്നെ ലൈഫിൽ ഒരു ശരിയായ പാറ്റേൺ ഫോളോ ചെയ്ത് പോണ ആളുകളാണ്. അവരെയൊക്കെ കുറിച്ച് നിങ്ങൾ എടുത്ത് പഠിക്കാനാണ്. അപ്പൊ തോന്നുന്നു എന്തിനാ അപ്പൊ അങ്ങനെയൊക്കെ ആവുന്നത്, അങ്ങനെയൊന്നും ചോദിച്ചാൽ അതിന് യാതൊരു ഉത്തരം എനിക്ക് പറയാനില്ല. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക, എന്നിട്ട് പഠിച്ചു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൽ എന്തായാലും ഇനിയിപ്പോ നിങ്ങൾ ആലോചിക്കുകയാണ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഇനി പഠിച്ചിട്ട് കാര്യമില്ല, വെറുതെ തോന്നുന്നു, ഇനിയും പഠിച്ച സമയം കേട്ടോ, ഇഷ്ടം പോലെ സമയമുണ്ട്. അതായത് എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ 50 മാർക്ക് നമ്മുടെ മുന്നിലുണ്ട്, പഠിച്ചെടുക്കാൻ വളരെ കുറച്ച് സമയം മതി. അതായത് മാത്സ് 20 മാർക്ക്, ഇംഗ്ലീഷ് 20 മാർക്ക്, മലയാളം 10 മാർക്ക്, ഇത്രയും ഭാഗം പഠിച്ച 50 മാർക്ക് കിട്ടും. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും വിവരം ഉണ്ടാവുമല്ലോ എത്രയൊക്കെ പഠിച്ച, അതൊന്നൊരു 20 മാർക്ക് അല്ലെങ്കിൽ ഒരു 15 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കും. 50 + 15 65 മാർക്ക്. അവിടെ 4 പിടിച്ചാൽ ഒരു 20 മാർക്ക് കിട്ടിയാൽ 70 മാർക്ക് വരും. ഈ 70 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റിന്റെ പ്രിലിംസിന്റെ ഫസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പൊ നിങ്ങൾ മെയിൻ ആയിട്ട് അങ്ങനെയാണ് പഠനം ഒരുക്കേണ്ടത്. എന്നിട്ട് നന്നായി പഠിക്കുക. സെക്രട്ടേറിയറ്റ് അല്ല, ഏത് എക്സാമും നമ്മൾക്ക് കോൺഫിഡന്റ് ഉണ്ടെങ്കിൽ കിട്ടും. പക്ഷെ നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതാണ് പല ആളുകളുടെയും പ്രശ്നം. അതിനാണ് നമ്മൾ ചെയ്യേണ്ടത്, നന്നായിട്ട് സ്വപ്നം കാണാൻ. നമ്മളുടെ കലാം പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഇവരുള്ള വലിയ വലിയ ആളുകളൊക്കെ പറയാറുണ്ട്, ഉറങ്ങുമ്പോൾ കാണുന്നതല്ല, നമ്മൾ ഉറങ്ങാൻ അനുവദിക്കാത്ത സ്വപ്നങ്ങൾ ഉണ്ടാവണം അല്ലെ. ഇപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നിങ്ങളുടെ യഥാർത്ഥ സ്വപ്നമാണെങ്കിൽ കിടന്നുറങ്ങുമോ, ഇത്രയും നേരം ഉറങ്ങാൻ പറ്റുന്നില്ല എന്നിട്ട് ചാടി എണീറ്റ് പഠിക്കാൻ നിങ്ങൾക്ക് തോന്നും. ഓക്കെ, അപ്പൊ അത്തരത്തിലേക്ക് നമ്മളെ പ്രിപ്പയർ ചെയ്യിച്ചാൽ നമുക്ക് ഏത് അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എനിക്ക് പറ്റുമെന്നുള്ള നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു തോട്ട് ജനറേറ്റ് ചെയ്യാണ് വേണ്ടത്. അതിന് നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അച്ചീവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഞാൻ വളരെ നന്നായി തള്ളി മറിക്കുന്നുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്ത് തന്നെയായാലും നമ്മളുടെ ഉള്ളിൽ നല്ലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ആ അച്ചീവ്മെന്റ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. നമ്മളെപ്പോഴും നമ്മുടെ ഒരു എക്സ്പീരിയൻസ് അല്ലേ, ഇപ്പോ ഈവൻ ഈ PSCയുടെ ഒരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്കങ്ങനെ ഒരുപാട് എന്താ പറയാ നമ്മളെ മുഖം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊന്നും ക്ലാസ് എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ ടോപ്പ് ഓൺലി PSC എന്ന് പറഞ്ഞിട്ട് ഒരു PSC ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് ടീച്ചിങ് ഉള്ള ഒരു പാഷൻ, അപ്പൊ ആ പാഷൻ കൊണ്ടാണ്
ഞാനത് സ്റ്റാർട്ട് ചെയ്ത. അപ്പം കുറച്ച് ക്ലാസ്സുകൾ എടുക്കും. അപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് ഇതിനെ മീൻസ് കമ്പ്യൂട്ടറുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു കാര്യത്തിൽ എനിക്കൊരു അന്തം കുന്തില്ല. ഞാൻ ബേസിക്കലി എനിക്ക് അതിനെപ്പറ്റി എന്നെ കൊണ്ട് അത് നടക്കൂല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൽ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനും അറിയില്ല. അപ്പൊ ഞാൻ അതിനൊരാളെ ഹെൽപ്പ് വേണം അല്ലെ. അപ്പൊ ആ ഹെൽപ്പോട് കൂടിയാണ് ആദ്യമൊക്കെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എനിക്ക് അങ്ങനെ എന്താ പറയാ ആള് ബിസി ആയപ്പോ എനിക്ക് അത്ര എന്താ പറയാ ആളെ അപ്രോച്ച് ചെയ്യാൻ പറ്റിയില്ല. കാരണം നമ്മളുടെ ഈ ഒരു വീഡിയോ എടുത്ത് ഒന്ന് എഡിറ്റ് ചെയ്യും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ചു കാലം നിർത്തിവെച്ചു. അത് കഴിഞ്ഞിട്ട് വീണ്ടും എനിക്ക് ഒരു വീണ്ടും ആഗ്രഹം വന്നു. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഒക്കെ വിളിച്ചപ്പോൾ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഞാൻ പ്രത്യേകിച്ച് ഒരു എഡിറ്റിംഗ് ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. അതായത് റെക്കോർഡ് ചെയ്യാൻ എപ്പോഴാണോ ഞാൻ ഫ്രീ ആവുക ആ സമയത്ത് ഞാൻ അങ്ങോട്ട് റെക്കോർഡ് ചെയ്യും, അത് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യും. അതിനകത്ത് എഡിറ്റ് ചെയ്യാനോ ഒന്നും എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ പക്ഷേ എന്നാൽ പോലും ഒരു നമ്മുടെ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു 1700 ഒക്കെ സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ഇത് വലിയ PSC ചാനലൊക്കെ നടത്തുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ കുറവായിരിക്കാം. പക്ഷെ എന്നാലും നമ്മൾ ഇപ്പൊ ഒരു യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടക്കത്തിൽ ഒരു വ്യൂവർ വന്നാൽ മതി എന്നാണ് നമ്മൾ ആഗ്രഹിക്കുക. ഞാനൊക്കെ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അപ്പം ഒരു വ്യൂവർ ഉണ്ടായാൽ മതി. ഞാൻ തന്നെയാണ് മിക്കവാറും സമയത്ത് എന്റെ വീഡിയോസ് ഒക്കെ കേട്ടിരുന്നത്. പിന്നെ എന്റെ കുറച്ച് വളരെ ക്ലോസ് സർക്കിളിലുള്ള കുറച്ച് ആൾക്കാർ അവര് രാത്രിയൊക്കെ ഇതിരുന്ന് കേൾക്കും. എന്നിട്ട് എന്നെ എങ്ങനെയെങ്കിലും പാവം കുട്ടിയുടെ ആഗ്രഹം കൊണ്ടല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ അവർക്കും മടുക്കുമല്ലോ, എത്ര വെച്ചിട്ടപ്പോൾ ഒരാൾ ഇത് കേട്ടുകൊണ്ടിരിക്കുക, അവർക്കൊന്നും ആവശ്യമില്ലാത്ത കാര്യമല്ലേ അങ്ങനെ. അപ്പൊ എല്ലാവരും അത് വിട്ടു. പക്ഷെ ഇപ്പൊ നോക്കൂ, ഇങ്ങനെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഇത്രയും സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ആരോടും ആവശ്യപ്പെടാതെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരുപാട് ആഗ്രഹത്തോട് കൂടി ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് നടക്കും. ഞാൻ എന്റെ അനുഭവമായിട്ട് പറയുന്നത്. അപ്പൊ ഇത് ഒരു വലിയ അനുഭവമായിട്ടൊന്നും ആരും കളിയാക്കുന്നവരുണ്ടാവും, ഇതിപ്പോ ഇത്ര വലിയ കാര്യമാണോന്ന്. പക്ഷെ അത് ഓരോരുത്തരുടെ ഡിപ്പെൻസ് ആണ്. അപ്പോൾ നിങ്ങളും അതേപോലെ എന്നെ പോലെ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, വലിയ വലിയ ആളുകള് ഓരോ അച്ചീവ്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കിയില്ലേ, അപ്പൊ അവരെയൊക്കെ മനസ്സിൽ ധ്യാനിച്ചിട്ട് അങ്ങോട്ട് പഠിക്കുക, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നേടാം. ഓക്കെ, താങ്ക് യു.